കോട്ടയം പുതുപ്പള്ളിയിൽ സ്വകാര്യ സ്കൂളിന് സമീപം അസ്ഥികൂടം കണ്ടെത്തി. കാണാതായ മധ്യവയസ്കന്റെ അസ്ഥികൂടമാണ് കണ്ടെത്തിയതെന്നാണ് സംശയം. പുതുപ്പള്ളി സ്വദേശിയായ മധ്യവയസ്കനെ കാണാതായത് 3 മാസം മുൻപായിരുന്നു. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. ആര്യ, ഹരിപ്രിയ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ അസ്ഥികൂടം കണ്ടെത്തുന്നത്. കാരണം ഈ സ്കൂളിനോട് ചേർന്നുള്ള ഈ ഡോൺ ബോസ്കോ സ്കൂളിനോട് ചേർന്നുള്ള ഈ പുരയിടം ഒരു റബ്ബർ തോട്ടമാണ്. ഇത് ഏറെ കാലമായി കാട് പിടിച്ചൊക്കെ കിടക്കുകയായിരുന്നപ്പോൾ ഉടമ ഇന്ന് അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഈ കാട് വൃത്തിയാക്കി തുടങ്ങിയപ്പോൾ അവിടുത്തെ പണിക്കാരാണ് ഇത്തരത്തിൽ ഈ അസ്ഥികൂടം ആദ്യം കണ്ടെത്തുന്നത്. ഇത് പോലീസ് സംശയിക്കുന്നത് 3 മാസം മുമ്പ് കാണാതായ പ്രദേശത്ത് തന്നെയുള്ള ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്, പ്രായം ചെന്ന വ്യക്തിയാണ്, അദ്ദേഹമാണ് എന്നൊരു സംശയമാണ് പോലീസുള്ളത്. കാരണം ഇദ്ദേഹത്തിന്റെ മുണ്ടും ഒപ്പം തന്നെ ഒരു യൂറിൻ ബാഗും ഈ അസ്ഥികൂടങ്ങൾക്ക് സമീപത്ത് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ഇതുകൊണ്ട് തന്നെ ഇത് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കൃത്യമായ പരിശോധന വേണം, ശാസ്ത്രീയമായ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയ നടപടികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കാനാണ് പോലീസിന്റെ നീക്കം. ആ ശാസ്ത്രീയ പരിശോധന ഫലം കൂടി വരുമ്പോൾ ഇത് കൃത്യമായ വ്യക്തത വരൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആര്യ, ഹരിപ്രിയ. ശരി, കോട്ടയം പുതുപ്പള്ളിയിലാണ് സ്വകാര്യ സ്കൂളിന് സമീപം അസ്ഥികൂടം കണ്ടെത്തിയത്. കാണാതായ മധ്യവയസ്കന്റെ അസ്ഥികൂടമാണെന്നാണ് പോലീസിന്റെ നിഗമനം. വിവരങ്ങളാണ് അഖിൽ കെ നൽകിയത്.